മാലിദ്വീപിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ബീച്ചിലാണ് ഞാനിപ്പോൾ. ബീച്ചിലൂടെ നടക്കുമ്പോൾ അങ്ങകലെ ഒരു ചെറിയ ദ്വീപ് കാണാം. വില്ലിംഗ്ലി എന്ന ദ്വീപ്. തലസ്ഥാന മാലിയോട് ഏറ്റവും അടുത്ത് പണ്ടുമുതലേയുള്ള ജനവാസ ദ്വീപായിരുന്നു അത്. സമീപഭാവിയിൽ മാലിയിൽ നിന്നും അവിടേക്ക് ഒരു പാലം വരാൻ പോവുകയാണ്. അതോടെ അതും മാലി സിറ്റിയുടെ ഭാഗമായി മാറും. ഇപ്പോൾ തലസ്ഥാന മാലിയെയും വില്ലിംഗ്ലിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഫെറി ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. മുൻപ് ഞാൻ മാൽദീവ്സിൽ വന്നപ്പോൾ ഇത്തരമൊരു ബോട്ടിൽ ആ ദ്വീപിലേക്ക് പോയതും തിരിച്ചു വന്നതുമെല്ലാം ഓർക്കുന്നു. 20 വർഷങ്ങൾക്ക് മുൻപാണത്. പതിവായി സർവീസ് നടത്തുന്ന ബോട്ടുകളാണത്. ഒരു ഭാഗത്ത് കടലിൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ നിന്നും സബ്മറൈൻ ടൂറുകൾ നടക്കുന്നു. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ മാൽദീവ്സിന് സമ്മാനമായി നൽകിയ ഹോസ്പിറ്റൽ. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാന ആതുരാലയം ഇപ്പോഴും ഇതുതന്നെയാണ്. ഞാൻ ബീച്ചിൽ നിന്നും തിരികെ കാറിലേക്ക് നടന്നു. നഗരവാസികൾക്ക് വിശ്രമിക്കാനായി കൃത്രിമമായി ഉണ്ടാക്കിയ ബീച്ചാണ്. യാത്ര തുടരുമ്പോൾ തീരഭാഗത്ത് ചില ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ കാണാം. ഈ കെട്ടിടത്തിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റുമുണ്ട്, മോത്തി മഹൽ റെസ്റ്റോറന്റ്. അത് വളരെ പ്രശസ്തമാണിവിടെ. ഇന്ത്യൻ വിഭവങ്ങളോട് മാലിക്കാർക്കും വലിയ താൽപ്പര്യമാണ്. ബീച്ചിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് കാർ നിർത്തി. ഇത് റാസ് ഫാനു എന്നൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. മാലിക്കാരുടെ ഭാഷയായ ദിവേഹിയിൽ റാസ് ഫാനു എന്നെഴുതുന്നത് ഇങ്ങനെയാണ്. മാലി പട്ടണത്തിലെ ആളുകൾക്ക് ഒഴിവു സമയം ചെലവഴിക്കാനായി പലയിടത്തായി ഗവൺമെന്റ് ഒരുക്കിയ കൃത്രിമ ബീച്ചുകളിൽ ഒന്നാണിത്. 2016 ഫെബ്രുവരിയിൽ അന്നത്തെ പ്രസിഡന്റ് അബ്ദുള്ള യാമീൻ അബ്ദുൾ ഗയൂമാണ് ബീച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. ഇവിടെ നിൽക്കുമ്പോൾ മോത്തി മഹൽ റെസ്റ്റോറന്റും അതിനു പിന്നിൽ ഒരു ബഹുനില കെട്ടിടവും കാണാം. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ പുതിയ ബ്ലോക്കാണ് ആ വലിയ കെട്ടിടം. രാജ്യത്തെ ഏറ്റവും പ്രധാന ഹോസ്പിറ്റലാണെന്നതിനാൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ അപ്പോളോയാണ് ഇപ്പോൾ ആ ആശുപത്രി മാനേജ് ചെയ്യുന്നത്. കൊതിപ്പിക്കുന്ന തെളിഞ്ഞ പളുങ്കുജലം. റാസ്ഫാനു പോലുള്ള ആർട്ടിഫിഷ്യൽ ബീച്ചുകൾ മാലിയിലും ഹുളുമാലിയിലും കൂടുതലായി നിർമ്മിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. നാട്ടിലെ സാധാരണ പൗരന്മാർക്കുള്ള ഉല്ലാസ കേന്ദ്രങ്ങളാണത്. കാറിൽ കയറി പോകുന്നത് ഇവിടുത്തെ പ്രധാന മാർക്കറ്റ് ഏരിയയിലേക്കാണ്. നോർത്ത് ഹാർബർ എന്ന ഭാഗമാണിത്. മാൽദീവ്സിന്റെ വിദൂര ദ്വീപുകളിലേക്ക് ആളുകളെയും ചരക്കും കൊണ്ടുപോകുന്ന ബോട്ടുകൾ അടുക്കുന്നത് ഇവിടെയാണ്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ശുദ്ധജലം വരെ ആ ബോട്ടുകളിലാണ് കൊണ്ടുപോകുന്നത്. അതെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, തുണി, ഇന്ധനം എന്നിങ്ങനെ എല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോകണം. വിദൂര ദ്വീപുകളിൽ നിന്നും മാലിയിലേക്ക് ആളുകൾ വരുന്നതും പോകുന്നതും ഈ ബോട്ടുകളിൽ തന്നെ. ഈ വരുന്നത് ഫിഷിംഗ് ബോട്ടുകളാണ്. ആഴ്ചകൾ നീളുന്ന മീൻപിടുത്തത്തിനു ശേഷമാണ് ബോട്ടുകൾ തീരത്തണയുക. 2ഉം 3ഉം നിലയുള്ള കൂറ്റൻ ബോട്ടുകൾ. ഒരു ചെറിയ കപ്പലെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിൽ നിരന്തരം ചരക്കു കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് കാണാം. ദ്വീപുകളിൽ വിളയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിറക്കുന്നു. ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മാലിയിലെത്തുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ നിന്നും ദ്വീപുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഫർണിച്ചറുകൾ, മരുന്ന്, യന്ത്രസാമഗ്രികൾ തുടങ്ങി എന്തുമേതും ഇത്തരം ബോട്ടുകളിലാണ് കൊണ്ടുപോവുക. ബോട്ടിന്റെ മുകളിലെ ഒരു നിലയാണ് യാത്രക്കാർക്കുള്ളത്. നിലത്ത് പായ നിരത്തി വിരിച്ചിട്ടുണ്ടാവും. അതിൽ കിടക്കാം. ഇതിനു മുൻപ് മാലിയിൽ വന്നപ്പോൾ ഇത്തരമൊരു ബോട്ടിനകം വിശദമായി ഷൂട്ട് ചെയ്തിരുന്നു. കുടിവെള്ളമാണ് ഇവിടെ നിന്നും മറ്റു ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാന വസ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിൽ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് കുപ്പികളിൽ അടച്ച് വിൽപ്പനയ്ക്കൊരുക്കിയാൽ മാലിയിലേക്ക് പോലും കയറ്റി അയക്കാനാവും.
ഇനിയുള്ള കാലത്ത് കുടിവെള്ളം തന്നെയായിരിക്കും ഏറ്റവും വിപണന സാധ്യതയുള്ള പ്രകൃതി വിഭവം. റോയൽ 10 എന്ന ബോട്ടിന്റെ സ്രാങ്കാണ് മുകളിൽ നിൽക്കുന്നത്. അദ്ദേഹം അനുമതി തന്നതനുസരിച്ച് ഞാൻ ബോട്ടിന്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇത്തരമൊരു ബോട്ടിന്റെ അകക്കാഴ്ച. സർവ്വസാധനങ്ങളുമുണ്ട് ഇതിനകത്ത്. സിമന്റ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വെള്ളം എന്നു തുടങ്ങി എല്ലാം. സാധനങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ക്രൂവിന് ഉറങ്ങാനുള്ള തട്ടാണിത്. മാലിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ബോട്ടിൽ കയറ്റിവിട്ടാൽ മതി. അതാത് ദ്വീപുകളിൽ അതിറക്കിക്കൊള്ളും. മുകളിലെ നിലയിലാണ് യാത്രക്കാരുടെ ഇടം. റിസോർട്ട് ദ്വീപുകളിലേക്കുള്ളതാവാം, കരിക്ക് വരെയുണ്ട് ബോട്ടിൽ. ഇത്തരം ബോട്ടുകളിൽ പാൻട്രി പോലെ ഭക്ഷണം ലഭിക്കുന്ന ഇടവുമുണ്ടാകും. മുകളിൽ ലൈഫ് ജാക്കറ്റുകൾ അടുക്കി വച്ചിരിക്കുന്നു. ഞാൻ ആ ബോട്ടിൽ നിന്നും ഇറങ്ങി. 4-5 ദിവസം യാത്ര ചെയ്താണ് ഇത്തരം ബോട്ടുകൾ പല ദ്വീപിലുമെത്തുക. 2-3 ദിവസം ഇതിങ്ങനെ ഹാർബറിൽ വന്ന് കിടക്കും. ആ നേരം കൊണ്ട് ചരക്ക് നിറയ്ക്കും. എപ്പോഴാണ് പുറപ്പെടുകയെന്ന് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ആളുകൾ വന്ന് കയറും. പല ദ്വീപുകളിൽ അടുത്ത് ആളുകളെയും ചരക്കും ഇറക്കി ബോട്ട് യാത്ര തുടരും. കാറിൽ കയറി യാത്ര തുടരുമ്പോഴും മാൽദീവ്സിലെ ഇത്തരം ബോട്ടുകളുടെ സേവനത്തെക്കുറിച്ചായിരുന്നു എന്റെ ചിന്ത. കടലിലൂടെ 500-1000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇത്തരം ഓരോ ബോട്ടും ലക്ഷ്യസ്ഥാനത്തെത്തുക. മാലിയിൽ നിന്നുള്ള ചരക്ക് മാത്രമല്ല അവർ ബോട്ടിൽ കൊണ്ടുപോകുന്നത്. ഒരേ റൂട്ടിലുള്ള പല ദ്വീപുകളിൽ ബോട്ട് അടുക്കും. അവിടെ യാത്രക്കാരെയും ചരക്കും ഇറക്കുന്നതോടൊപ്പം ആ ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതും കയറ്റും. മാലിയിൽ നിന്നും ചില വിദൂര ദ്വീപുകളിലേക്ക് സീ പ്ലെയിൻ സർവീസുണ്ട്. പക്ഷേ അതിൽ അധികം ചരക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. സീ പ്ലെയിൻ യാത്ര തന്നെ വളരെ ചെലവേറിയതാണ് താനും. അതുകൊണ്ട് തന്നെ ദ്വീപുകളിലെ ആളുകൾ യാത്രയ്ക്കും ചരക്ക് കൊണ്ടുപോകുന്നതിനും ഇത്തരം ബോട്ടുകളെയാണ് ആശ്രയിക്കുക. തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകുന്നതും ഈ സപ്ലൈ ബോട്ടുകളാണ്. ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ വരെ ഈ ബോട്ടുകളിൽ കയറ്റിയാണ് മറ്റു ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്നത്. 90,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന സമുദ്രഭാഗത്ത് ചിതറിക്കിടക്കുന്ന 1192 ദ്വീപുകളുടെ സമൂഹമാണ് മാൽദീവ്സ് എന്ന രാജ്യം. 200 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. കടൽ മാർഗമാണ് ചരക്കുനീക്കം. 11 ദ്വീപുകളിൽ എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും അവ മിക്കതും ടൂറിസത്തിനായാണ് ഉപയോഗപ്പെടുത്തുന്നത്. വലതുവശത്ത് ഇക്കാണുന്നത് ഇവിടുത്തെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്. പല ദ്വീപുകളിലേക്കുമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും തരം തിരിക്കുകയുമെല്ലാം ചെയ്യുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ തിരക്കാണിവിടെ. ഇത് ഫിഷിംഗ് ഹാർബറാണ്, പ്രധാന ഹാർബറല്ല. എങ്കിലും മാലി സിറ്റിയിലേക്കുള്ള മത്സ്യങ്ങൾ എത്തുന്നത് ഇവിടെയാണ്. കയറ്റുമതിക്കുള്ള മത്സ്യങ്ങളുമായി ബോട്ടുകൾ മറ്റു ചില ദ്വീപുകളിലാണ് അടുക്കുക. വമ്പൻ മത്സ്യസംസ്കരണശാലയുള്ളത് അങ്ങനെയുള്ള ദ്വീപുകളിലാണ്. ഞാൻ മാർക്കറ്റിലേക്ക് കയറി ചെന്നു. നാട്ടുകാർ മത്സ്യം വാങ്ങാൻ വരുന്ന മാർക്കറ്റാണ്. ടൂണ മത്സ്യമാണ് പ്രധാനമായും വിൽക്കുന്നത്. ടൂണയില്ലാതെ മാൽദീവ്സുകാർക്ക് ജീവിതമില്ലെന്ന് പറയാം. നല്ല മെഴുത്ത ടൂണകൾ. അത് പല പ്രായത്തിലും വലിപ്പത്തിലുമുള്ളതുണ്ട്. യെലോഫിൻ ടൂണയാണ് ഇവിടുത്തെ പ്രധാന വിഭവം. ലോകത്ത് ഏറ്റവുമധികം ടൂണ മത്സ്യബന്ധനം നടത്തുന്ന ഒരു രാജ്യം മാൽദീവ്സാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ സംസ്കരിച്ച ടൂണ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ചൂരയെന്ന് വിളിക്കുന്ന മത്സ്യം തന്നെയാണിത്. ഉരുളൻ ടൂണകളാണ് മാൽദീവ്സിന്റെ പരിസരങ്ങളിലുള്ളത്. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, UK, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം മാൽദീവ്സിൽ നിന്നും സംസ്കരിച്ച ടൂണ മത്സ്യം കയറ്റി അയക്കുന്നുണ്ട്. ഈ ഭാഗം മത്സ്യം വെട്ടിയൊരുക്കുന്ന ഇടമാണ്. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന മത്സ്യം ഇവിടെ കൊണ്ടുവന്നാൽ ഇവരത് വെട്ടിയൊരുക്കിത്തരും. കൂറ്റൻ ടൂണ മത്സ്യങ്ങൾ വെട്ടുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ കൗതുകകരമാണ്. കഴിഞ്ഞ തവണ മാലിയിൽ വന്നപ്പോൾ ഞാൻ ടൂണ വെട്ടുന്നത് കുറേ നേരം കണ്ടുനിന്നിരുന്നു. ആദ്യം തൊലി പൊളിക്കും.
പിന്നെ മത്സ്യത്തിന്റെ മുള്ളിൽ നിന്ന് കത്തികൊണ്ട് മാംസം വേർപെടുത്തിയെടുക്കും. വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളാണ് ഈ ജോലി ചെയ്യുന്നത്. ആ കൈത്തഴക്കം ഇവിടെ കണ്ടറിയാം. വളരെ വേഗത്തിലാണ് വലിയ ട്യൂണകളെ വെട്ടിയൊരുക്കുന്നത്. ഇരുഭാഗത്തെയും മാംസം ചീകിയെടുക്കുന്നതോടെ മുള്ള് വേർപെടുന്നു. അത് വെറുതെ കളയുകയല്ല. ഫിഷ് സൂപ്പ് ഉണ്ടാക്കാൻ ആ മുള്ളും മാംസവും ചേർന്ന ഭാഗം ഉപയോഗിക്കാറുണ്ട്. വശങ്ങളിലെ മുള്ളുകൾ മാംസമടക്കം വെട്ടിയെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് മത്സ്യത്തീറ്റയും മറ്റുമായി മാറ്റുമായിരിക്കാം. നമ്മുടെ നാട്ടിലേതുപോലെ അല്പം പിശുക്കു കാണിച്ചല്ല മത്സ്യം വെട്ടൽ. മുള്ളിനോടും തോലിനോടും കൂടി കുറേ മാംസവും കളയുന്നുണ്ട്. കൂടുതൽ മാംസമുള്ള ചെതുമ്പലില്ലാത്ത മത്സ്യമാണ് ട്യൂണ. അതിന്റെ മുള്ളും തോലും ചിറകും നീക്കം ചെയ്താലും ധാരാളം മാംസം അവശേഷിക്കും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നല്ല പ്രായമുള്ള പണിക്കാരും ഇവിടെയുണ്ട്. ചെറിയ ട്യൂണുകളാണ് ഇവിടെ വെട്ടുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമുള്ള പണിയാണ്. ആദ്യം മത്സ്യത്തിന്റെ ചെകിളയിലൂടെ കത്തിയിറക്കി തലഭാഗം വേർപെടുത്തിയെടുക്കുന്നു. തുടർന്ന് വയറു പിളർന്ന് ചില ആന്തരാവയവങ്ങൾ എടുത്തുമാറ്റുന്നു. അതും ആവശ്യമുള്ളതാണ്. ട്യൂണ കൊണ്ട് ഇന്നാട്ടുകാർ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കും. സൂപ്പ് മുതൽ സ്റ്റീക്ക് വരെ. മാലിക്കാരുടെ ഇഷ്ടഭക്ഷണമാണിത്. ട്യൂണയുടെ ചിറകുകൾ ചീകിക്കളയുന്നു. പിന്നീടാണ് തൊലി പൊളിക്കൽ. അതെല്ലാം വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. തുടർന്ന് മുള്ളിന്റെ ഇരുവശവുമുള്ള മാംസം വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കുന്നു. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ട്യൂണ വലിയ കൂട്ടമായി വസിക്കുന്നത്. അതുതന്നെയാണ് മാൽദീവ്സിന്റെ പരിസരങ്ങളിൽ അവ ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിക്കാൻ കാരണം. 5 മുതൽ 12 വർഷം വരെ ആയുസ്സുള്ളവയാണ് ട്യൂണകൾ. ആഗോള മത്സ്യവിപണിയിൽ ചെമ്മീൻ കഴിഞ്ഞാൽ ഏറ്റവും വിൽപ്പന നടക്കുന്ന സമുദ്ര ഭക്ഷ്യവിഭവം ഇതാണ്. നമ്മുടെ നാട്ടിലെ ചൂര തന്നെയാണെങ്കിലും ഇവിടെ ആ മത്സ്യവിഭവത്തിന് സവിശേഷമായൊരു രുചിയാണ്. നല്ല കൈത്തഴക്കമുള്ള മീൻ വെട്ടുകാരൻ. ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ഈ ജോലി തുടങ്ങിയ ആളായിരിക്കാം. ആ ജോലി ഞാൻ കുറേ നേരം കണ്ടുനിന്നു. കേരളത്തിൽ ലഭിക്കുന്ന ചൂരയിൽ നിന്നും ഇവയ്ക്ക് ആകൃതിയിലും മറ്റും ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ കിട്ടുന്ന ചൂര അല്പം പരന്നതും മാംസത്തിന് കറുപ്പു കലർന്ന നിറമുള്ളതുമാണ്. എന്നാൽ ഇവിടുത്തെ ചൂരയുടെ മാംസത്തിന് പിങ്ക് നിറമായിരിക്കും. ചിലതിന് റോസ് നിറവും. മീൻവെട്ടുകാരുടെ സമീപത്തുകൂടി ഞാൻ കുറച്ചു നേരം നടന്നു. വമ്പൻ ട്യൂണകൾ വരെ വെട്ടിയൊരുക്കുന്നുണ്ട്. ജപ്പാൻകാരുടെ ഒരു ഇഷ്ടവിഭവമാണ് ട്യൂണ. സുഷി എന്ന അവരുടെ പ്രശസ്ത വിഭവമുണ്ടാക്കാൻ പ്രധാനപ്പെട്ടൊരു ചേരുവയാണിത്. ട്യൂണ സലാഡ്, സാൻഡ്വിച്ച്, സ്റ്റീക്ക് ഗ്രിൽ എന്നിങ്ങനെ വിവിധ ട്യൂണ വിഭവങ്ങൾ മാലിയിലെ റെസ്റ്റോറന്റുകളിൽ ലഭിക്കും. കേരളത്തിൽ ചൂര മുളകിട്ടത് മുതൽ ചൂരയുടെ തലക്കറി വരെ പ്രശസ്തമാണല്ലോ. മത്സ്യം വെട്ടുകാർക്ക് വിശ്രമമില്ലാത്ത വിധം ട്യൂണ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരാകട്ടെ യന്ത്രങ്ങളെപ്പോലെ അതങ്ങനെ വെട്ടിക്കൂട്ടുകയും ചെയ്യുന്നു. ഫിഷ് ഹാർബറിന്റെയും ഫിഷ് മാർക്കറ്റിന്റെയും സമീപത്തെ തെരുവാണിത്. ബോട്ടുകളിലേക്ക് ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഇടവുമാണിത്. എറണാകുളത്തെ ബ്രോഡ്വേയിൽ 80കളിൽ ഉണ്ടായിരുന്ന തിരക്കാണ് ഇവിടം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിൽ ലോറികൾ വരുന്നത് പോലെ ഇവിടെ എത്തുന്നത് ബോട്ടുകളാണ്. പല ദ്വീപുകളിലേക്കുള്ള ചരക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള ചരക്ക് ഇറക്കുകയും ചെയ്യുന്ന പ്രധാന ഇടം. ഹോൾസെയിലും റീറ്റെയിലുമുണ്ട് ഇവിടെ. പഴങ്ങളും പച്ചക്കറികളുമെല്ലാം പെട്ടികളിൽ നിറയ്ക്കുന്നു.
മാലിയിലെ വാണിജ്യത്തിന്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഈ മാർക്കറ്റ് ഏരിയ. ഫിഷിംഗ് ഹാർബർ, ഫിഷ് മാർക്കറ്റ്, ദീർഘദൂര ബോട്ടുകൾ പുറപ്പെടുന്ന ഇടം എന്നിവയെല്ലാം ചേർന്ന ഒരു ഭാഗം. 500ഉം 1000ഉം കിലോമീറ്റർ അകലെയുള്ള ദ്വീപുകളിലേക്ക് കയറ്റി അയക്കാനുള്ള സാധനങ്ങളാണ് ഈ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടനിലക്കാർ, ഹോൾസെയിൽ ഡീലർമാർ, കയറ്റിറക്ക തൊഴിലാളികൾ എന്നിങ്ങനെ വലിയൊരു സംഘം തന്നെ ഇവിടെയുണ്ട്. കാർ കുറച്ചകലെ എവിടെയോ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടേക്ക് നടന്നു. ഫുട്പാത്തിലേക്ക് കയറ്റി കാർ പാർക്ക് ചെയ്ത് മൂസാഫ് ഇവിടെയുണ്ട്. അയാൾ എന്നോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. യാത്ര തുടരുമ്പോൾ ഇക്കാണുന്നത് മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റിയുടെ ആസ്ഥാനമാണ്, രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രാലയം. ക്യാപിറ്റൽ മാലിയുടെ പൂമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രസിഡന്റിന്റെ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ളവ ഇവിടെയാണ്. പണ്ട് തലസ്ഥാനത്തേക്ക് VIP ബോട്ടുകൾ വന്നെടുത്തിരുന്ന ഇടം. വലതുവശത്ത് ഇക്കാണുന്നത് ഇവിടുത്തെ റിപ്പബ്ലിക് സ്ക്വയറാണ്. ഇതാണ് പ്രസിഡൻഷ്യൽ ബോട്ട് ജെട്ടി, മാലിയുടെ ബോട്ട് ജെട്ടി നമ്പർ 1. അത് തലസ്ഥാനത്തെ ഒരാകർഷണം കൂടിയാണ്. ജെട്ടിക്ക് സമീപം കാർ നിർത്താൻ ഞാൻ പറഞ്ഞു. നമ്മുടെ ഇന്ത്യ ഗേറ്റിന് സമാനമാണ് ഇവിടമെന്ന് പറയാം. ഈ സ്ക്വയറിലാണ് രാജ്യത്തിന്റെ സുപ്രധാനമായ ഉപചാര ചടങ്ങുകൾ നടക്കുക. രാഷ്ട്രത്തലവന്മാർ മാലി സന്ദർശനത്തിനെത്തുമ്പോൾ അവരെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതും ഇവിടെയായിരുന്നു. പണ്ട് ഹുൽഹുൾ ദ്വീപിലെ എയർപോർട്ടിൽ ഇറങ്ങുന്ന അവരെ ബോട്ടിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. ചൈന മാൽദീവ്സ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വരുന്നതിന് മുൻപാണത്. പണ്ട് ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പടിപ്പുരകൾ പോലെ തടികൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നത് മോഡേൺ രൂപത്തിലാക്കിയിരിക്കുന്നു. നല്ല വൃത്തിയിൽ കിടക്കുന്ന കടൽ ഭാഗം. ഇവിടെ നിൽക്കുമ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ജലത്തെക്കുറിച്ചാണ് ഓർത്തുപോകുന്നത്. ഇതേ വിധം മാറ്റിയെടുക്കാവുന്ന ഒരിടമാണല്ലോ മറൈൻ ഡ്രൈവും. കാലാനുസൃതമായി ആധുനികവൽക്കരിച്ചിരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയും പരിസരവുമാണ്. ഈ ദൃശ്യം കാണുമ്പോൾ ചിന്തിക്കേണ്ടത് മറൈൻ ഡ്രൈവിനെക്കുറിച്ച് തന്നെയാണ്. മാൽദീവ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ആദ്യം വരുന്ന പേരുകൾ മറിയം റഷീദയും ഫൗസിയ ഹസനുമൊക്കെയായിരിക്കും. വലിയ ആദരവോടെയൊന്നുമല്ല മാൽദീവ്സിനെക്കുറിച്ച് നമ്മിൽ പലരും ചിന്തിക്കുന്നതും. എന്നാൽ ഇവരുടെ കരയും കടലും എങ്ങനെ കിടക്കുന്നു എന്നത് നാം കാണുകയാണ്. ഇതുപോലൊരു വൃത്തിയും ശുദ്ധിയും നമുക്കും ഉണ്ടാക്കാവുന്നതേയുള്ളൂ. വൃത്തി വേണമെന്ന ചിന്ത നമ്മുടെ ഭരണാധികാരികളിലോ സാധാരണ ജനങ്ങളിലോ ഉദിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇതൊക്കെ കണ്ട് ആവേശം കൊള്ളുകയല്ല, നിരാശയാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. മാൽദീവ്സ് പോലുള്ള ഒരു രാജ്യത്തിന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സജ്ജീകരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത് സാധ്യമാകാത്തത്? കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, പന്തലുകൾ എന്നിവയൊക്കെ ഒരുക്കി ഒന്ന് ആധുനികവൽക്കരിക്കാൻ അറിയാത്തതുകൊണ്ടാണോ? കൊച്ചിക്കും ഒരു കോർപ്പറേഷനും അതിന് മേയറുമെല്ലാമുണ്ട്. ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കൊച്ചിയെ ഇതേവിധം സൗന്ദര്യവൽക്കരിക്കാവുന്നതേയുള്ളൂ. നീലക്കടലിൽ വെണ്മയാർന്ന അരയന്നങ്ങളെപ്പോലെ വിശ്രമിക്കുന്ന നൗകകൾ. അതങ്ങനെ നിരന്നു കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേകമായൊരു ചേലാണ്. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് എപ്പോഴും ഇവിടെ കാണാം. കാർ ഒരു ഇടത്തെരുവിലേക്ക് കയറി. ഇടതുവശത്ത് കാണുന്നത് മാൽദീവ്സ് പ്രസിഡന്റിന്റെ ഓഫീസാണ്. ഒരു തവണ ഞാൻ മാലിയിൽ വന്നപ്പോൾ ഈ കെട്ടിടത്തിന്റെ പണി നടക്കുന്നത് കണ്ടിരുന്നു. പല കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ബാങ്കുകളുടെ ആസ്ഥാനങ്ങളുമെല്ലാം ഉണ്ട് ഈ പരിസരത്ത്. നേരെ മുന്നിൽ അകലെ കാണുന്നതാണ് പ്രസിഡന്റിന്റെ പഴയ വസതി. വളരെ ചരിത്രമുള്ളൊരു കെട്ടിടമാണത്. ആദ്യകാല പ്രസിഡൻഷ്യൽ ബംഗ്ലാവ്. ഇന്നതൊരു ഹിസ്റ്റോറിക് ബിൽഡിംഗായി സംരക്ഷിക്കുകയാണ്. വലതുവശത്ത് ഇക്കാണുന്നതാകട്ടെ രാജ്യത്തിന്റെ പട്ടാള ആസ്ഥാനമാണ്. കനത്ത മതിലും വലിയ സുരക്ഷയുമായി അത് നിലകൊള്ളുന്നു. പണ്ട് ഒരു അട്ടിമറി ശ്രമമുണ്ടായ രാജ്യമാണ് മാലി.
പ്രസിഡന്റ് അബ്ദുൽ ഖയ്യൂം ഭരിക്കുന്ന കാലത്താണ് അത്. അന്ന് ഇന്ത്യൻ പട്ടാളം വന്നാണ് അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയത്. തലസ്ഥാന മാലിയുടെ തിരക്കേറിയ പാതകളിലൂടെയെല്ലാം ഞങ്ങൾ കാറിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇത്തരം തെരുവുകളിലെ കെട്ടിടങ്ങളുടെ മുകൾ നിലകളിലുള്ള ഹോട്ടലുകളിലാണ് ആദ്യകാലത്ത് മാലിയിൽ വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്നത്. ആ ഓർമ്മകളിലൂടെ തലസ്ഥാന മാലിയുടെ ഇടത്തെരുവുകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.